അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. എനിക്കൊരു ബൈക്ക് പോകാനുണ്ട്, നമ്മൾ കുറച്ചൊരു സംസാരിക്കാനുണ്ട്. പിന്നെ ഷെഫി തങ്ങളുണ്ട് ക്ലാസ് എടുക്കാൻ. പിന്നെ നാസുസ്തയിലുണ്ടോ? ഇല്ല. ജമാനി നേരോ മാഷാ അല്ലാഹ്. മുപ്പത് നമ്മൾ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. വിഷമങ്ങളൊക്കെ ഇരിക്കുക, അവിടെ ഇരിക്കുക, കസാലിട്ട് കൊടുക്കുക. നമ്മളെ വിഷമങ്ങളൊക്കെ അള്ളാഹു മാറ്റി തരട്ടെ, സങ്കടങ്ങൾ അള്ളാഹു മാറ്റി തരട്ടെ. കേട്ടോ, ഇപ്പൊ ഒരാൾ വരുമ്പോ എത്ര ഉറപ്പ് എനിക്കറിയാം. ജോലി ഉണ്ടായിരുന്നില്ല, ഇവിടെ വന്ന് ജോലി ശരിയായിരുന്നു, പൈസ വാങ്ങലില്ല. പിന്നെ ഇത് വേണോ? ചായ കുടിച്ചോ നിങ്ങള്? ആദ്യം അത് ചോദിക്കട്ടെ. ഉണ്ടോ ചായ കുടിച്ചോ? വിശക്കണുണ്ടോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും വിശക്കണുണ്ടോ? കാരണം ഒരു 3-4 മണിക്കൂർ ക്ലാസ് ഉണ്ടാവും. അള്ളാഹു ഒരുമിച്ച്, അള്ളാഹു നാളെ സ്വർഗത്തിലും അള്ളാഹു നമ്മൾ ഒരുമിച്ച് കൂട്ടട്ടെ. ദുനിയാവിൽ നമ്മൾ ആകെ കുറച്ച് കാലം ജീവിക്കുള്ളൂ, കുറച്ചു കാലം ദുനിയാവിൽ ജീവിക്കുള്ളൂ. ബാക്കിയുള്ള നമ്മളെ ജീവിതം ഖബറിലാണ്. ഇന്നൽ ഖബറ അവ്വലു മൻസിലു മിൻ മനാസിലിൽ ആഖിറ. പാരത്രികമായ ലോകത്തിലേക്കുള്ള ആദ്യത്തെ കവാടം ഖബറാണ്. അവിടെ അള്ളാഹു നമ്മൾ വിജയിപ്പിക്കട്ടെ. അവിടെ ജയിച്ച നമ്മൾ എന്തായി? അവിടെ അങ്ങോട്ട് കഴിച്ചതായി. പിന്നെ സിറാത്ത് പാലം, അതുപോലെ തന്നെ ഹിസാബും, അതൊന്നും പ്രശ്നമില്ല. ഖബറിന്ന് കഴിച്ചതായ നമ്മൾ രക്ഷപ്പെട്ടു. മറുപടി നമുക്ക് എന്തില്ല, പ്രയാസം ഇല്ല. അപ്പൊ ഞാന് കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. എനിക്കൊരു വൈക്ക് പോകാനുണ്ട്, പിന്നെ ക്ലാസ് എടുക്കാൻ ഉസ്താദന്മാരുണ്ട്. അപ്പൊ ഞാന് ഇന്നവരെ ഉംറന്റെ ക്ലാസ് ഒന്നും എടുത്തിട്ടുമില്ല, എടുക്കാട്ട് ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ ഓർക്ക് സമയം കൂടിക്കഴിഞ്ഞാൽ അത് ഓർക്കും ബുദ്ധിമുട്ടാണ്. പിന്നെ നമ്മൾ കുറെ പൈസ ഒന്നും വാങ്ങിയിട്ടില്ല, അപ്പൊ ഒക്കെപ്പാട് തിരക്കാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ വലിയ സന്തോഷത്തിലുള്ള ദിവസമാണ്. അല്ല എന്നും എനിക്ക് സന്തോഷം മാത്രമേ സമ്മാനിച്ചു. ചെറുപ്പത്തിലെ അവസ്ഥ നിങ്ങൾക്ക് അറിയാലോ അല്ലെ? ചെറുപ്പത്തിലെ എന്റെ അവസ്ഥ നിങ്ങൾക്ക് അറിയായിരിക്കും. വാപ്പയില്ലാതെ, ഉമ്മ ഇല്ലാതെ. ഉമ്മ ഉണ്ടായിരുന്നു. 13 വയസ്സിൽ എത്തീമ. ഞാൻ 13 വയസ്സിൽ എത്തീമ. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അന്നൊന്നും പട്ടിണിയാണ്, ഭക്ഷണമൊന്നും ഇല്ലാത്തൊരു കാലഘട്ടമാണ്. ആരും ഞങ്ങളെ കൊണ്ടുപോകാൻ ഉണ്ടായിട്ട്. ഞങ്ങള് ഉമ്മാക്ക് 6 മക്കളാണ്. എൻ്റെ അമ്മക്ക് ഞങ്ങൾ 5 മക്കളും ചെറുപ്പത്തിൽ എത്തിയങ്ങാനല്ലേ. 5. അന്ന് ഏറ്റവും ചെറിയ കുട്ടി എത്തിയങ്ങനെ ഷെഫിത്തങ്ങളായിരുന്നു. ഇപ്പൊ നിങ്ങൾ പോയില്ലേ? ഷെഫിത്തങ്ങള് എല്ലാ മാസവും മക്കളെ വീട്ടിക്ക് ഉമ്മമാര് വന്ന് കൊണ്ടുപോകും. പക്ഷെ ഞങ്ങൾ ഉമ്മ വന്നാലും ഞങ്ങൾക്ക് കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് പെരണ്ടായിരുന്നില്ല. പ്രാരാബ്ദം കാരണം എന്താട്ടി ഉമ്മാനെ വേറെ കെട്ടിച്ചു. പിന്നെ ആരുമില്ല, വരാനുമില്ല, പോകാനുമില്ല. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞാൻ ഒരു ദിവസം എത്തിയങ്ങാഞ്ഞാൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് കുട്ടിയല്ലേ, ഇങ്ങനെ പോകും. ആ പോണ സമയത്തുണ്ട് ഒരു വലിയ വീട്ടിൽ കുറേ മക്കൾ കളിക്കണം. ഞാൻ കയറി ചെന്നു. അപ്പൊ നല്ല ചോക്ലേറ്റ് തിന്ന് ഇങ്ങനെ ആലോചിച്ച്, പഠിച്ചോനെ അയച്ച നിലത്തിട്ടത് പെറുക്കി തിന്നായാലോ എന്ന്. എനിക്ക് റമദാൻ മാസം വരുമ്പോ ഒരു മാസം എത്തിങ്ങനെ പൂട്ടും. അന്നൊന്നും വെള്ളിയാഴ്ച സ്കൂൾ ഉണ്ടായിരുന്നില്ല, നിങ്ങൾക്ക് അറിയാം. അന്നൊന്നും സ്കൂൾ ഉണ്ടായിരുന്നില്ല. റമദാൻ ആയി കഴിയുമ്പോൾ ഒരു മാസം സ്കൂൾ പൂട്ടും. അല്ലോ, ഞങ്ങളെ കൊണ്ടുപോകാൻ ആരും, ഞങ്ങൾ 5 മക്കൾ അവിടെ ഉണ്ട്, ആരും കൊണ്ടുപോകാനില്ല. അങ്ങനെയൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ട് ഒരുപാട് സങ്കടത്തോടെ ജീവിച്ചതാ. ഇന്നോ അള്ളാഹു എനിക്ക് തന്ന നിഅമത്ത് ചെറുതല്ല, വലുതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹു അത് നിലനിർത്തി തരട്ടെ, അല്ലെ? നല്ല ബറക്കത്ത്. ഒരുപാട് കഷ്ടപ്പെട്ടിരിക്കണം, പട്ടിണിയൊക്കെ കടന്നിക്കണം, ആരും നോക്കാണ്ടായിട്ടില്ല, ആരും ഉണ്ടായിട്ടില്ല. അങ്ങനെയൊക്കെ കഷ്ടപ്പെട്ടതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അന്ന് തന്ന നിഅമത്ത് അള്ളാഹു നിലനിർത്തി തരട്ടെ. അന്നും ഞാൻ ജീവിതത്തില് നിസ്കാരത്തിന്റെ കാര്യത്തിലും മറ്റുള്ള കാര്യത്തിലൊക്കെ ഞാൻ നല്ല സൂക്ഷ്മത പാലിച്ചിരുന്നു. അതുപോലെ തന്നെ ചെറുപ്പത്തില് ഞാൻ നിങ്ങൾക്ക് പിന്നെ നമ്മളെ ആളോട് ചോദിച്ചാൽ അറിയാം. അന്ന് വയനാട്ടിലായിരുന്നു. പന്ത് കളിക്കാൻ പോവും. ആ പന്ത് കളിച്ചിട്ട് ടൂർണമെന്റിൽ പോവും, കപ്പടിക്കും. അന്നും വിജയം തന്നെയാണ്. അന്നും അള്ളാഹു വിജയം തന്നെ, കപ്പടിക്കും. അവിടുന്ന് പൈസ കിട്ടും. ആ കിട്ടുന്ന പൈസ എന്ത് ചെയ്യും? അവിടെ ക്യാൻസർ രോഗികൾക്ക് കൊണ്ടുപോയി കൊടുക്കും. അതല്ലെങ്കിൽ എന്ത് ചെയ്യും? എവിടെങ്കിലൊക്കെ പിരിവിന് പോവും. ഇടക്ക് എവിടെങ്കിലൊക്കെ പിരിവിന് പോവും. ഇന്നലെ റമളാനിൽ എല്ലാവരും ഒരുമിച്ച് കൂട്ടിട്ട് എന്ത് ചെയ്യും? അത്
കൊടുക്കും. എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ അള്ളാഹു അന്നും ഇന്നും അല്ല പരാജയപ്പെടുത്തിയിട്ടില്ല. ഇപ്പൊ നമ്മള് കുട്ടികളെ കണ്ടില്ല, നിങ്ങള് കണ്ടോ? മക്കള് നമ്മൾ ഏറ്റെടുത്ത പിഞ്ചു മക്കള് അല്ലെ, കണ്ടില്ലേ? അള്ളാഹു ഒരൊക്കെ തണൽ അള്ളാഹു നൽകട്ടെ. ആർക്കും അള്ളാഹു കൊടുക്കാത്തൊരു നിഅമത്താണ് എനിക്ക് അള്ളാഹു തന്നത്. അപ്പോ ഇൻഷാ അല്ലാഹ് ഒരുപാട് ആളുകള് യൂട്യൂബിലൂടെ ഫേസ്ബുക്കിലൂടെ ഒക്കെ മനുഷ്യന്റെ അല്ലെ, നിങ്ങൾ കണ്ടില്ലേ? നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെ? യൂട്യൂബൊക്കെ തുറന്നു നോക്കിയാൽ ഞാൻ മാത്രമേ ഉള്ളൂ, ഞാൻ ഉണ്ടാക്കിയ പോലെ ആയിരിക്കും. പക്ഷേ എനിക്ക് നിങ്ങളോട് പറയാനുള്ള എന്താ അറിയോ? ദുനിയാവ് അങ്ങനെയാണ്. ഈ ലോകത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല പടച്ച ഒരുപാട് അംബിയ മുർസലീങ്ങളുണ്ട്. ഓൽക്കൊക്കെ അള്ളാഹു ഒരുപാട് പരീക്ഷണം അള്ളാഹ് കൊടുത്തിട്ടുണ്ട്. എല്ലാ നബിമാർക്കും അള്ളാഹ് പരീക്ഷണം കൊടുത്തിട്ടുണ്ട്. എല്ലാവർക്കും യാക്കൂബ് നബിക്ക് അള്ളാഹു മക്കളെ കൊണ്ട് പരീക്ഷണം അള്ളാഹു കൊടുത്തുല്ലേ. അതേപോലെ യൂസുഫ് നബിക്ക് അള്ളാഹു സുലൈഹാബിനെ കൊണ്ട് ഒരുപാട് പരീക്ഷണം അള്ളാഹു കൊടുത്തു. അയ്യൂബ് നബിക്ക് അള്ളാഹു പരീക്ഷണം അള്ളാഹു കൊടുത്തു. അങ്ങനെ എല്ലാ നബിമാർക്കുള്ള പരീക്ഷണം കൊടുത്തിട്ടുണ്ട്. അപ്പൊ അള്ളാഹുവിന്റെ ആ ദർജയില് നമ്മൾ എത്രയെങ്കിലും കുറെ ആൾക്കാരെ ചീത്ത നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? പ്രയാസങ്ങൾ സഹിക്കേണ്ടി വരും. നമ്മൾ സഹിക്കേണ്ടി വരും. ഇപ്പോ നമ്മൾ ഈ മജ്‌ലിസ് തുടങ്ങിയിട്ട് 6 കൊല്ലായി. ആ തുടങ്ങിയ അന്ന് മുതൽ ഇന്ന് വരെയും കുറെ ആളുകൾ എന്നെ വിമർശിച്ചിട്ടുള്ളൂ അല്ലെ? നിങ്ങളെ കണ്ടിക്കണോ അല്ലെ? എന്നെ വിമർശിച്ചിട്ടുള്ളൂ. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല കൂടെ ഉള്ളത് കൊണ്ട് ഇന്ന് വരെ ഒരു സങ്കടം അള്ളാഹു തന്നിട്ടില്ല, തരാതിരിക്കട്ടെ. ഇന്ന് ഞാൻ വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ 30K അടുത്തുണ്ടെന്ന്. ഇന്ന് 30K. വിമർശിക്കും തോറും ആള് കൂടുക. ഡബർ പന്ത് അങ്ങനെ എറിയും തോറും എന്ത് ചെയ്യും? അത് പൊന്തി പൊന്തി വരും. ഞാൻ അള്ളാഹുടെ ദ്വാരക്കലുണ്ട്. പക്ഷെ ഒരു തെറ്റും ചെയ്യാത്ത എന്നേക്കാളുള്ള ഈ പരീക്ഷണമുള്ള തരുന്നത്. ഒരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ല. അപ്പൊ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ പ്രാവശ്യം 11 പേര് ഇന്നുണ്ട് എന്റെ കൂടെ ഫ്രീ ആയിട്ട് ഉംറയ്ക്ക് വരുന്നുണ്ട്. എത്ര? 11 പേര്. ആ 11 പേർക്കും എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 10 ലക്ഷം ഉറുപ്പ്യന്റെ അടുത്ത് 10 ലക്ഷം ഉറുപ്പ്യ വേണം. എത്ര? 10 ലക്ഷം. എനിക്ക് ലാഭമൊന്നും വേണ്ട. ഞാൻ എന്താ വിചാരിക്കുന്ന, ആ 10 പേരെ കൊണ്ട് നിങ്ങൾ ഉംറ അല്ലാഹു സ്വീകരിക്കട്ടെ അല്ലേ? 10 പേരെ കൊണ്ട്. ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ 2-3 ബാച്ച് മുമ്പ് എന്റെ കൂടെ ഉംറക്ക് വന്നൊരു കൂടെ പുറപ്പുണ്ട് അട്ടപ്പാടിയിൽ. 21 കൊല്ലം മക്കളുണ്ടായിരുന്നില്ല. ആ റൗദ ഷരീഫിലും കഅബ ഷരീഫിലും വന്നിട്ട് എന്നോട് പറഞ്ഞു, തങ്ങളെ അഹ്ലു ബൈത്ത് റസൂലുള്ളാഹിന്റെ പേരക്കുട്ടി ഞങ്ങൾ കണ്ടോ അല്ലെ? 2 വള കൊടുത്തു കണ്ടോ? ആ റൗദന്റെ മുന്നിൽ വെച്ചിട്ട് എന്നോട് പറഞ്ഞു, തങ്ങളെ ഞങ്ങള് വല്യപ്പനാ കിടക്കുന്നു, 21 കൊല്ലം ഇന്ന് മക്കളുണ്ടാകുന്നത് ദ്വാരിക്കുന്നതാണ്. അവിടുന്ന് ഞാൻ ദ്വാരന്ന് പഠിച്ചോ എന്നെ വിശ്വസിച്ച് വന്നാണ്. അതുപോലെ ഉംറ സ്വീകരിക്കണം, അള്ളാഹു മക്കളെ കൊടുക്കണം. അൽഹംദുലില്ലാഹ് 21 കൊല്ലത്തിന് ശേഷം ആ പൊന്നുമോള് ഗർഭിണിയാണ്. അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ. അതുപോലെ തന്നെ കൊടുവള്ളിയിൽ വീടില്ലാതെ ഇപ്പൊ എന്റെ കൂടെ ഉംറക്ക് വന്ന എന്താ പേര്? നിങ്ങൾ മുമ്പ് വന്നിട്ടില്ലേ? മുമ്പ് വന്നിട്ടില്ല. അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ. മുമ്പ് വന്നവരുണ്ട് ഈ കൂട്ടത്തില്? മുമ്പാരം എന്റെ കൂടെ ഉംറക്ക് വന്ന മാഷ കുറെ വന്നിട്ടുണ്ട്. അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ. അന്നും ഞാൻ ഫ്രീ ആയിട്ട് കൊണ്ടുപോയി. ഈ ഫ്രീ ആയിട്ട് കൊണ്ടുപോകും, ഈ ഉംറക്ക് കൊണ്ടുപോകുമ്പോൾ നല്ല ലാഭം കിട്ടും. അതുകൊണ്ടാണ് ഇതിന്റെ ആൾക്കാർ മെനക്കെടുന്നത്. പക്ഷെ ഇതിന്റെ ലാഭം എന്താ? ഒരു പ്രാവശ്യം തരില്ലല്ലോ. അപ്പോ ഇൻഷാ അല്ലാഹ് ഓരോരുത്തർ 20 ആൾക്കും 30 ആളും കിട്ടാൻ വേണ്ടി തെണ്ടുകയാണ്. 30 ആൾ ഉംറക്ക് കിട്ടാൻ വേണ്ടിയിട്ട് തെണ്ടുകയാണ്. ഏറ്റവും ചുരുങ്ങിയത് 40 ആളെ കൊണ്ട് ഒരാൾ ഉംറക്ക് പോവുക. ഏറ്റവും അതല്ലെങ്കിൽ മാസങ്ങളോളം ഇട്ടിട്ട് 90 ആളെ കിട്ടൂല്ലേ? മാസങ്ങളോളം ഇട്ടാല് 90 ആളെ കിട്ടും. ഞാന് അൽഹംദുലില്ലാഹ് ഈ പ്രാവശ്യം പോകുമ്പോ 130 അടുത്ത ആളുണ്ട് അല്ലെ? എത്ര ആളുണ്ട്? 120 ചില്ലാൻ ആളുണ്ട്. ആകെ വിചാരിച്ചത് എത്ര? 50-60 ആള്. അത് 70-ആയി, 80-ആയി, 90-ആയി. ആ 90-ൽ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് മുടിന്റെ വിഷയം വന്നത്. ആ 90-ല്
ആ ആ 90 ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് എന്ത് മുടിന്റെ വിഷയം വന്നത്. സുബ്ഹാനല്ലാഹ്. അത് കഴിഞ്ഞ പ്രാവശ്യം അന്ന് ഷെഫിത്തങ്ങളുണ്ട്, സീദുൽ ഉസ്താദൊക്കെ ഉണ്ട്. ഞാൻ മുടി വെച്ചിട്ട് ഉംറ ചെയ്തു, അയാളെ കൂടെ പോയ ഉംറ സ്വീകരിക്കൂല. നിങ്ങൾ കേട്ടോ അല്ലേ? കുറെ ആൾക്കാർ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചോ? ചോദിച്ചു അല്ലേ? എന്നാൽ നിങ്ങൾക്ക് കേൾക്കണോ, ആ പറഞ്ഞതൊക്കെ കളവാണ്. ആ പറഞ്ഞത് അള്ളാഹു തന്നെയാണ് സത്യം. ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരാൾ എൻ്റെ ഉമ്മയാണ്, എൻ്റെ വാപ്പയാണ്. നമ്മള് ഇതിന് മുന്നേ ഉംറക്ക് പോയ ആൾക്കാരുണ്ട് ഈ കൂട്ടത്തില്. ഉംറക്ക് പോയാൽ അല്ലേ, നമ്മള് മത്താഫിലേക്ക് കടക്കണമെങ്കിൽ എന്ത് വേണം? ഉംറന്റെ ഇഹ്റാം കെട്ടണ്ട, ഇഹ്റാം കെട്ട് നിയ്യത്ത് വെക്കണം. നമ്മൾ മത്താഫിലേക്ക് കടക്കണമെങ്കിൽ എന്ത് വേണം? ആ ഡ്രസ്സ് ചിറ്റിയിട്ടെന്നുള്ളക്ക് ചെല്ലാൻ പറ്റുള്ളൂ. ഈ ഉംറന്റെ തുണി ചിറ്റാതെ ആ കാബന്റെ അടുത്ത് നെയ്യത്തൊന്നും വെക്കില്ല. നമ്മളിപ്പോ തുണി വെപ്പായോടെ ഉണ്ടല്ലേ, അതെന്തിനാ? ഔറത്ത് മറക്കാനാണ്. അവിടെ നമ്മൾ ചെയ്തത് എന്താണ്? ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പോയിട്ട് ഇവരെ കൂടെ ഉംറ ചെയ്തിട്ടില്ല. ഈ പ്രാവശ്യങ്ങളിപ്പം ചെയ്യൂല. ഞാൻ ദുആ ചെയ്യാനാ വരുന്നത്, എനിക്ക് അതിനാണ് ഓർഡർ. ഉംറ നിങ്ങളെ കൂടെ 25 കൊല്ലം ഹജ്ജ് ചെയ്ത ആൾക്കാർ നിങ്ങളെ അമീറന്മാർ. എത്ര? 25 കൊല്ലം ഹജ്ജ് ചെയ്ത ആളുകൾ ഞങ്ങൾ അമീറന്മാർ. നിങ്ങൾക്ക് ഭാഗ്യാണ്. പിന്നെ അത് മാത്രമല്ല, ഇതിന്റെ മുന്നേ ഉംറക്ക് പോയ ആൾക്കാരല്ലേ, നിങ്ങൾ പോയിക്കില്ലേ? നിങ്ങൾ ഇവിടുന്ന് ഉംറക്ക് പോയി കോഴിക്കോട് വന്നിട്ട് നിങ്ങൾ ഇറങ്ങി, നിങ്ങൾ പോയി, പിന്നെ നിങ്ങൾ ഓലെ അറിയില്ല, നിങ്ങൾ ഓലെ അറിയില്ല, ഓലെ നിങ്ങളെ അറിയില്ല. എന്നാലും നമ്മൾ അങ്ങനെയല്ല. ഞാൻ മരിക്കുന്നത് വരെ നിങ്ങൾക്ക് ഫാത്തിഹ അങ്ങനെ എന്ത് ചെയ്യാണ് അല്ലെ? നിങ്ങൾ കേൾക്കലില്ലേ? ഫാത്തിഹ ഇങ്ങനെ ഓതും, ഫാത്തിഹ ഇങ്ങനെ ഓതും. എല്ലാ മേഖലകളിലും ഞാൻ എന്താന്ന് കാട്ടിയറിയാം. എനിക്ക് ഇവർക്ക് ഞാൻ അന്ന് ഊരവേദന ഉണ്ടായിരുന്നു, കഴിഞ്ഞ പ്രാവശ്യം പോകും നടക്കാൻ വയ്യ. അപ്പൊ ഞാൻ എന്ത് പറഞ്ഞു, ഇവലിപ്പോ ഞാൻ ആളുകളോട് വരാന്ന് പറഞ്ഞു. ഞാൻ മജ്‌ലിസ് കഴിഞ്ഞിട്ട് ഞാൻ എന്താ പറഞ്ഞു, ഉംറക്ക് ഞാൻ ഉള്ളതുകൊണ്ടാണ് എല്ലാവരും ഉള്ളത്. ഞാൻ ഇല്ല എന്ന് പറഞ്ഞ പോലെ മനസ്സ് ചടക്കും. ഓരോ കുട്ടിയല്ല, നിങ്ങൾ കുട്ടിയല്ല ഞാന്. അപ്പോ ഞാന് വരാന്ന് പറഞ്ഞിട്ട് ഞാൻ എന്ത് പറഞ്ഞു, കുറെ പറഞ്ഞു. ഇതിനൊരു ഗ്രൂപ്പ് ഉണ്ടല്ലോ, ഉംറന്റെ ഗ്രൂപ്പിൽ ഞാൻ ഓലോട് പറഞ്ഞു, എനിക്ക് വയ്യ, ഞാൻ വരുന്നില്ലാത്ത പോലെ. ആരും സമ്മതിച്ചില്ല, തങ്ങൾ വന്നേ പറ്റുക. അങ്ങനെ ഞാൻ എന്തിനും അവിടുന്ന് പോകുന്നത്. സാധാരണ ഒരാൾ ഉംറക്ക് പോകുമ്പോ കോഴിക്കോട് വെച്ച് ഇഹ്റാം കെട്ടും അല്ലേ? അത് കെട്ടലുണ്ടല്ലേ? കോഴിക്കോട് നിന്ന് എന്ത് ചെയ്യും? ഇഹ്റാം കെട്ടും അല്ലേ? പക്ഷെ ഞാൻ അവിടെ പോയിട്ട് എന്താണ്, ഈ മത്താഫിലെ കാബന്റെ അടുത്ത് ചെല്ലാൻ വേണ്ടിയിട്ട് ഞാൻ എന്താക്കി, ഈ തുണി ചുറ്റിയതാണ്. മനസ്സിലായോ? നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? അപ്പോ അന്ന് യൂട്യൂബിലുള്ള വന്നത് എന്താ, ഇതിപ്പോ ഇന്നും ഇന്നലെ തുടങ്ങിയതല്ലല്ലോ. 5 കൊല്ലായില്ലേ, 5 വർഷമായി. ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല. നിങ്ങൾക്കറിയോ, 2 മാസം മുമ്പ് കോഴിക്കോട്, ഇതൊക്കെ നിങ്ങൾ ചിന്തിക്കണം. കോഴിക്കോട് ജില്ലയില് മുക്കത്ത് വെച്ചിട്ട് ഒരു തങ്ങളെ അറസ്റ്റ് ചെയ്തു. ഒരു പെണ്ണ് കേസാണ്. ഒരു പെണ്ണ് കേസിൽ ഒരു തങ്ങളെ അറസ്റ്റ് ചെയ്തു. സുബ്ഹാനല്ലാഹ്. ശത്രുക്കള് എന്താ കാട്ടിയറിയോ? ആ തങ്ങളെ ഫോട്ടോ ഇങ്ങനെ വീഡിയോയും പിന്നെ ദൃശ്യമാധ്യമങ്ങളൊക്കെ ഇങ്ങനെ ഭയങ്കര ചർച്ചയാണ്. 2 ദിവസം കഴിഞ്ഞപ്പോ ആ തങ്ങളെ ഫോട്ടോ കാണുന്നില്ല, അതിന്റെ ബദൽ എന്റെ ഫോട്ടോ. ആലോചിച്ച് നോക്കി നിങ്ങൾ, എന്ത് തെറ്റാ ഞാന്. ഒന്ന് ആലോചിച്ച് നോക്കി. നിങ്ങൾ കണ്ടിക്കണത് കണ്ടോ? സുബ്ഹാനല്ലാഹ്. എന്നിട്ട് ഉമ്മമാര് വിളിക്കുക, എന്നിട്ട് ഈ ശത്രുക്കൾ ഓരോ പെരിയിൽ പോയിട്ട് പറയാം, എന്ത് അന്റെ തങ്ങൾ അറസ്റ്റ് ചെയ്തു. തങ്ങൾ പോയപ്പോ ഇപ്പൊ രാവിലെ ലൈവിലുണ്ടായിരുന്നു. കേക്കണങ്ങള് ആ ഫോട്ടോ മാറ്റിയിട്ട് എന്റെ ഫോട്ടോ വെച്ചിട്ട് എന്ത് തെറ്റാ ഞാൻ ഇതിനൊക്കെ ചെയ്തത്. എനിക്ക് അള്ളാഹു ഇങ്ങനെ നേമത്ത് തരുമ്പോ ഞാൻ എന്താ ചെയ്യാം? ചികിത്സക്ക് നോക്കുകയാണെങ്കിൽ ഒരു ദിവസം 1700 ആൾ ഇവിടെ വരും, ഒരു ദിവസം. അത് മാത്രമല്ല, ഇവിടെ ഇപ്പതാ ഞാൻ ഉംറക്ക് 11 ആളെ കൊണ്ടുപോകണം. അത് മാത്രമല്ല, 20 മക്കളെ കല്യാണം, 92 ആളുകളെ കുട്ടികളെ നമ്മൾ കല്യാണം കഴിപ്പിച്ച് വിട്ടു. 70 എത്ര കെട്ടിച്ച്?
ഇതാകുമ്പോ 92 ഇതിനൊക്കെ ലക്ഷങ്ങൾ പോരാ, കോടികൾ വേണം. ഒരു കുട്ടി ഇപ്പൊ ഈ 30-ാം തീയതി 1.5 കോടി ഉറുപ്പ്യ വേണം. എന്നെ സംബന്ധിച്ച് എന്തില്ല, അതൊരു പ്രശ്നമുള്ള ആളുകൾ വാരിക്കോരി തരികയാണ്. സ്വർണ്ണ ആയിക്കോട്ടെ പൈസ ആയിക്കോട്ടെ വാരിക്കോരി തരിക, വാരിക്കോരി. ഇന്നലെ ഒരു അമ്മ വന്നിട്ട് 1 പവന്റെ നെക്ലേസ്, ഒരു അമ്മ, ഒന്ന് ആലോചിച്ചു, നെക്ലേസോ അപ്പൊ കാലി ഞാൻ എടുത്തോളാം, ഗ്രൂപ്പാണ്. എന്തൊരു ഇവിടെ തിന്ന നിങ്ങൾ ഫതില് കണ്ടോ? ആ അമ്മ ഇന്നലെ 1.25 പവന്റെ നെക്ലേസ് കൊടുത്ത കാരണം എന്താ അറിയോ? 20 കൊല്ലം തന്റെ സ്ഥലം കേസിലാണ്, വിധിയാവൂലായിരുന്നു. ഈ മുറ്റത്ത് വന്നിട്ട് 7 മാസത്തെ അവധി ഞാൻ കൊടുത്തു. 7 മാസം ആകുമ്പോഴത്തേന് സ്ഥലം വിദ്യാവെന്ന് പറഞ്ഞു. എന്റെ കറാമത്തല്ല, നമ്മളെ സ്വലാത്തിന്റെ കറാമച്ച, അറിയോ നിങ്ങക്ക്? അപ്പോ അൽഹംദുലില്ലാ വിധിയായി. ഇവരുടെ പേരിൽ എന്തായി, അതായപ്പോ. അപ്പൊ പിന്നെ അത് മാത്രമല്ല, നമ്മളെ ശിഹാബ് നമ്മളെ മുന്നിൽ നിൽക്കുന്നുണ്ട്. 2 കാലിന് സ്വാധീനം, അള്ളാഹു ആഫിയത്ത് അള്ളാഹു കൊടുക്കട്ടെ ആ മോന്. അത് നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരിക്കൽ പോലും ഞാൻ മക്കി മദീന വിചാരിച്ചിക്കണോ? അല്ല, പോന്ന് വിചാരിച്ചിക്കണോ? ഇല്ല. ഈ അവസ്ഥയിൽ പോന്ന് വിചാരിച്ചിട്ടില്ല. ആലോചിച്ച എല്ലാവർക്കും അത്ഭുതം അവന് കൊണ്ടുപോകണത്. ഞങ്ങൾ കൊണ്ടുപോകും. കാരണം എന്താ, ഓൻ ഈ സ്വലാത്തിന് മദ്രസ തുടങ്ങി അന്ന് മുതലുണ്ട്. കുറെ ആൾക്കാർ പിന്തിരിപ്പിച്ചു, നിങ്ങൾ പോയിക്കോളും, ഞാൻ എന്റെ തങ്ങളപ്പുണ്ടാവുന്ന. അതേപോലെ അല്ലേ ജമാൽ ഇറക്കല്, അള്ളാഹുക്കൊക്കെ ബർക്കത്ത് ചെയ്യട്ടെ. സ്വലാത്ത് ചൊല്ലുമ്പോ. അപ്പൊ അതുകൊണ്ട് നിങ്ങളോട് എനിക്ക് പറയാനുള്ള എന്താ അറിയോ, പിന്തിരിപ്പിക്കാൻ കുറെ ആൾക്കാരുണ്ടാവും. ഖബറ് കടക്കുമ്പോ ഒരു വാപ്പി ഉണ്ടാവോ? ഉണ്ടാവൂല. 10 ഉംറ ചെയ്യണം. സാധാരണ പോണവർക്ക് എത്ര ഉംറ ഉണ്ടാകുക? 4 അല്ലേ? 10 ഉംറ നമുക്ക് ചെയ്യണം. എത്ര? 10 എണ്ണം ചെയ്യണം. അത് മാത്രമല്ല ഞങ്ങളെ റൂമിലും ഇപ്പൊ ഞാൻ 2 പ്രാവശ്യം മുമ്പ് പോയപ്പോഴേ നമ്മൾ തൊട്ട റൂമിൽ ഭയങ്കര പ്രശ്നം. അമീറും പോയ ആൾക്കാർ ഭയങ്കര പ്രശ്നം. എന്താ അറിയോ, അമീർ 2 ഉംറ അവളെ കൊണ്ട് ചെയ്യിച്ചു. 3-ാം ആ സൈദത്തിനെ വിളിച്ച ഉറങ്ങലും മാണിക്കല്ലേ ബസ്സിൽ എന്നെ പോയി ചായ കുടിച്ചാണ്, ചായ എന്തെങ്കിലും വെള്ളം എന്തെങ്കിലും കുടിച്ചാണ് ചെല്ലി കേട്ടോ. അപ്പോ ഇത് ശ്രദ്ധിക്കണം. അപ്പോ ഭയങ്കര പ്രശ്നം റൂമിന്റെ അടുത്ത്. എന്താ സംഭവം എന്നറിയോ, 2 ഉംറ അമീർ കൊണ്ടുപോയി ചെയ്യിച്ചു. 3-ാമത് ഉസ്താദ് എപ്പോഴാ പോണെന്ന് ചോദിച്ചപ്പോ മൂപ്പര് പറഞ്ഞു നിങ്ങൾ പോയിക്കോളിന്ന്. സേതുൽ ഉസ്താദിനുള്ള വിളിക്കുന്ന നിർദ്ദേശം എന്താ അറിയോ, നിങ്ങളെ റൂമിൽ വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, വിളിച്ചിട്ട് കൊണ്ടുപോവുകയാണ്. വെയിക്കുകയെന്നൊന്നും പറയാൻ പറ്റൂല. നിങ്ങൾ ഇത്രയും അടങ്ങാറായി, നിങ്ങളെ മാപ്പിളാരും വാപ്പാരും പൈസ തന്ന് സ്വർണവും വിറ്റ് സ്ഥലവും വിറ്റ് വിറ്റിട്ട് നമ്മൾ പോകണം അല്ലേ? അങ്ങനെയല്ലേ നമ്മൾ പോണ്? അപ്പൊ ഇതിന് ഉപകാരം വേണ്ടേ? നമ്മൾ ഹത്തം തീർക്കണം, നോമ്പ് നോൽക്കണം, ഒക്കെ ചെയ്യണം. അല്ല നിങ്ങൾ വിടൂല നമ്മള്. അതാണ് അള്ളാഹു നമുക്ക് തന്നെ. അതാണ് പോയ ആൾക്കാർ പറയണത്, ആരപ്പം പോണ തങ്ങൾ പണ്ട് അല്ലെ ഞങ്ങളൊക്കെ പറയല്ലേ, ആരപ്പം പോണ തങ്ങൾ പണ്ട് പോയിക്കാർ. എന്തിനാ ഇവിടുന്ന് കൊണ്ടുപോകണം? നിങ്ങൾ കായ് മുടക്കിയിട്ട് എന്തിനാ നിങ്ങൾ ഉംറ സ്വീകരിക്കാൻ? അപ്പൊ അതുകൊണ്ട് ഒരു 10 ഉംറ എത്ര വെഹിക്കിളിൽ ഞങ്ങൾ മാറ്റിക്കൊണ്ടുപോകും. മനസ്സിലായോ? വെഹിക്കിളൊന്നും പറയാൻ പറ്റൂല. നമ്മൾ കഴിയുന്ന എത്രയും ഇല്ല ഉസ്താദെ, ഞങ്ങളെ റൂമിൽ കൂടെ എങ്ങനെ വരും, മാറ്റി ഇല്ല ഉസ്താദ്, ഒന്നും പറ്റില്ല. നമ്മൾ വന്നത് എന്തിനാ? അതുപോലെ തന്നെ ഹത്ത നമ്മൾ തീർക്കണം, ഹത്ത ഓതണം, നോമ്പ് നോൽക്കണം. പിന്നെ പ്രത്യേകം എനിക്കൊക്കെ കാര്യം കൊണ്ട് പറയണ്ട്, പ്രത്യേക ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഞാൻ പോവാ, എനിക്ക് പരിപാടിയുണ്ട്. പ്രത്യേക ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ പറയുക, നമ്മൾ പെരും ചൂടായിരിക്കും. ഇപ്പോഴത്തെ കാലാവസ്ഥ എന്താ അവിടെ? തണുപ്പാണല്ലേ? പെരും തണുപ്പായിരിക്കും ചൂടുള്ള സമയത്ത്. അതേപോലെ തന്നെ നല്ലോണം വേർക്കും നമ്മൾ ഈ തവാഫ് ഇങ്ങനെ ചെയ്യുമ്പോഴേ. ആ സമയത്ത് വെള്ളം കുടിക്കരുത്. അപ്പൊ ഷെഫി തങ്ങൾക്ക് പനിച്ചിട്ട് അത് ശ്രദ്ധിക്കണം. നമ്മള് തൊണ്ടവേദന വേഗം വരും. സംസം വെള്ളല്ലേ നടന്നത് കാര്യമില്ല, തൊണ്ടവേദന വേഗം വരും. അള്ളാഹു ബറക്കത്ത് നൽകട്ടെ, ഒരാളെ ഫിത്ന അള്ളാഹു പെടുത്താതിരിക്കട്ടെ. നിങ്ങൾക്ക് ദുആ ചെയ്യാൻ ഞാൻ അവിടെ ഉണ്ടാവും. ഉംറക്ക് അമീറന്മാര് വേറെ ഉണ്ടാവും, ദ്വാരക്ക ഞാൻ ഉണ്ടാവും, ഞാൻ അവിടെ ഉണ്ടാവും. വിഷമങ്ങളൊന്നും ഉണ്ടാവില്ല. അതുപോലെ തന്നെ നമുക്ക് രോഗം അള്ളാഹു തരാതിരിക്കട്ടെ. അതുപോലെ തന്നെ ഗ്രൂപ്പിൽ എല്ലാവരും എന്ത് ചെയ്യാ. അപ്പൊ അതുപോലെ തന്നെ എവിടേക്കെങ്കിലും പോണെന്ന് പറഞ്ഞ അതൊന്നും നടക്കൂല. ചില ആൾക്കാർ പറയും എന്റെ ആങ്ങളെ എന്ന് പറഞ്ഞിട്ട് മക്കളാന്നൊക്കെ പറഞ്ഞ് പല സ്ഥലത്തുനിന്ന് ആൾക്കാർ വന്നിട്ട് പിന്നെ അവിടുന്ന് കാണാം. പക്ഷെ നമ്മള് അങ്ങോട്ട് വിടൂല. അങ്ങനെ ആരെങ്കിലും ഉണ്ടോ?
ജിദ്ദേ പോണം, നാളെ ഒരാളല്ലേ ഞങ്ങൾക്ക് ഓർമ്മയില്ല, അതൊന്നും നടക്കൂല. നമുക്ക് പേടിയാണ്. അള്ളാഹു നമ്മളെ ഉംറ അള്ളാഹു സ്വീകരിക്കട്ടെ, വിഷമങ്ങൾ അള്ളാഹു മാറ്റി തരട്ടെ. ഇൻഷാ അല്ലാഹ് ക്ലാസ് പിന്നെ ഉസ്താദ് പിന്നെ ഷെഫിത്തങ്ങളും ഉണ്ട്. ഇൻഷാ അല്ലാഹ് ഒരു ഫിത്നയിലും ആരും പെടണ്ട കേട്ടോ, ഒന്നും ആരും പെടണ്ട. അള്ളാഹു ബറക്ക. ഇപ്പൊ ഈ പോയോടത്തോളൊക്കെ ഹൈറ, പോയോടത്തോളൊക്കെ ഹൈറാണ്. ആരെങ്കിലും സാധനങ്ങൾ തന്നാല് അതൊന്നും വാങ്ങാൻ ഒക്കെ ഉസ്താദ് ക്ലാസ് എടുക്കും. കാരണം എന്താ അറിയോ, നൂറെ ഹബീബിന്റെ ഒപ്പം പോണ അറിയുന്നത് എങ്ങനെങ്കിലും ഒന്ന് ഇതാക്കാൻ വേണ്ടിട്ടേ. അള്ളാഹു കാക്കട്ടെ. അന്ന് സാറല്ല. പക്ഷെ ഇന്ന് നിങ്ങൾക്ക് കാര്യം കേൾക്കണോ, ഞാൻ പറയാം. അന്ന് മുതൽ ഇന്ന് വരെ ഒരു വിഷമം എന്തില്ല, അള്ളാഹു വെയിൽ കൊള്ളണ്ട, ഒരു വിഷമം അള്ളാഹു ഇതുവരെ തന്നിട്ടില്ല കേട്ടോ. ഒന്നുകൊണ്ടും അള്ളാഹു എന്തില്ല, നിങ്ങൾക്ക് അറിയില്ലേ, ഒരു വിഷമവും പ്രയാസം റബ്ബ് ഇതുവരെ തന്നിട്ടില്ല, തരാതിരിക്കട്ടെ. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ ഇൻഷാ അല്ലാഹ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു ബുദ്ധിമുട്ടും കൂടാതെ പോകാനും നമ്മൾ ആഗ്രഹിച്ചതുപോലെ ഉംറ ചെയ്യാനുള്ള ഭാഗ്യം അള്ളാഹു തരട്ടെ. നമ്മൾ ചെലവഴിച്ച് ഒരുപാട് പൈസ ചെലവഴിച്ച് നമ്മളെ മക്കള്, അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം. നമ്മൾ കൊണ്ട് നമ്മളെ മക്കളായിരിക്കും, ആ മക്കൾക്ക് വേണ്ടി അവിടെ പോയി നല്ലോണം ദ്വാരിക്കണം. ആ കൊണ്ടുപോകുന്ന മക്കളല്ലേ, ഭർത്താക്കന്മാരുണ്ടാവും, മക്കളുണ്ടാവും, ധാരാളം സമ്പത്ത് അള്ളാഹു കൊടുക്കട്ടെ. ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യാ, അള്ളാഹു ഞാൻ മരിക്കണത് വരെ എല്ലാ വെള്ളിയാഴ്ചയും ഒരു ഫാത്തിഹ ഓതാറുണ്ട്. സോനെ ആരൊക്കെ എൻ്റെ കൂടെ ഞങ്ങളെ ഇതിൽ ഉംറ ചെയ്തിട്ട് ഉംറ നീ സ്വീകരിക്കുക പറഞ്ഞ് ദ്വാരക്കാറുണ്ട്. അള്ളാഹു ബർക്കത്ത്. പിന്നെ നിങ്ങൾ സാധാരണ ഉംറക്ക് വരുമ്പോ എന്താ പറയാ, കോഴിക്കോട്ടേക്ക് വന്നോളൂ എന്നാ പറയാ. ഇതങ്ങനെയല്ല, ഇവിടുന്ന് വണ്ടി കണ്ട് കയറ്റിയിട്ട് കോഴിക്കോട് കൊണ്ടിട്ടുണ്ട് ഇറക്കും എയർപോർട്ടിൽ. അവിടുന്ന് എല്ലാവരും കൂട്ടിട്ട് പോകും. നിങ്ങൾ തിരിച്ചു വരുമ്പോ അവിടുന്ന് എന്ത് ചെയ്യും, അതുപോലെ ബസ്സുണ്ടാവും. പിന്നെ അത് മാത്രമല്ല, നമ്മൾ ഒരുപാട് യതീം മക്കൾ നോക്കുന്നുണ്ട്. അപ്പോലൊക്കെ കൂട്ടിയിരുന്ന് നമ്മളെ കൂടെ ഉംറ ചെയ്ത് എല്ലാവർക്കും വേണ്ടി നമ്മൾ എന്തെങ്കിലും എല്ലാവരും കൂടി ഒരുമിച്ച് ഒരു ദുആ നമുക്ക് നടത്തണം. അതൊരു ദിവസം നമ്മൾ ഒരുപാട് യതീം മക്കൾ നോക്കുന്നുണ്ട്. നിങ്ങൾക്ക് അറിയില്ലേ, പിഞ്ചു മക്കള് ഓലൊക്കെ വിളിച്ചിരുത്തി നമ്മളെല്ലാവരും കൂടി ഒരു യാസീൻ ദ്വാരക്കുന്ന ആഗ്രഹമുണ്ട്. അള്ളാഹു യതീം മക്കളെ ബറക്കത്ത് നമ്മൾ വിഷമൊക്കെ അള്ളാഹു മാറ്റി തരട്ടെ കേട്ടോ. പിന്നെ ഞാന് പറ്റുകയാണെങ്കിൽ 1000 ഉറുപ്പിക തന്നോട്ടെ അല്ലേ, വിഷമമില്ലെങ്കിൽ പോയി വരുന്നതിന് മുമ്പ് തന്നാൽ മതി ഉണ്ടെങ്കിൽ കേട്ടോ. പിന്നെ അവിടുന്ന് പോകുമ്പോ പിന്നെ കാരക്കൊക്കെ വാങ്ങാൻ പൈസ കൈ പിടിക്കണം കേട്ടില്ലേ. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ ഇൻഷാ അല്ലാഹ്. പിന്നെ ബാക്കി കറക്റ്റ് ഒരു മൗലിദൊക്കെ നോദിച്ചോണ്ട് പെരയില് കേട്ടില്ലേ, സേവ ഒരു മൗലിദൊക്കെ ഓദിച്ചോണ്ട്. അള്ളാഹു സുബ്ഹാനഹു 2 ലോകത്ത് അള്ളാഹു ജയിപ്പിക്കട്ടെ. ഫിത്നയിൽ പെട്ടുപോകരുത് കേട്ടോ. ഏറ്റവും കൂടുതൽ നരകത്ത് കടക്കാരറിയോ, ആരാ? ആലിമീങ്ങളാണ് ഏറ്റവും കൂടുതൽ നരകത്ത് കിടക്കുക. എല്ലാ ഫിത്തിനും ഓലെത്തുന്ന വരിക, എല്ലാ ഫിത്തിനും ഓലെത്തുന്ന. അള്ളാഹു കാക്കട്ടെ. അപ്പൊ അതുകൊണ്ട് താടിയുണ്ട്, തൊപ്പുണ്ട്, അതും കേറുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു സങ്കടവും അള്ളാഹു തരാതിരിക്കട്ടെ കേട്ടോ. ബാക്കിയുള്ള കാരൊക്കെ ഓല് പറയും ഇൻഷാ അല്ലാഹ് കേട്ടോ. പിന്നെ മൂന്ന് ബസ്സല്ലേ അല്ലേ. പിന്നെ നിങ്ങൾ അള്ളാഹു ബർക്കത്ത്. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ഉംറക്ക് വന്നപ്പോഴേ അതിനിപ്പോ 3 മണിക്കൂർ ക്ലാസ് ഉണ്ട്. ആ ക്ലാസ് ഇങ്ങനെ കേട്ടിരുന്നോളെ. എനിക്ക് ഇത്രേ പറയാൻ അറിയുള്ളൂ, ബാക്കിയുള്ള കാര്യമൊക്കെ ഓലാണ്. അമീറന്മാർ ഓലാണ്, ഞാൻ അമീറല്ല. ബഹുമാനപ്പെട്ട ഹൈദർ അലി ശിഹാബ് തങ്ങളാണ് ആദ്യം മൂപ്പരെ കൂടെ 25 എത്ര ഹജ്ജ് ചെയ്തിരിക്കണ, അള്ളാഹു കബൂല. 25 കൊല്ലമായി പോക്ക് തുടങ്ങിയിട്ട്. 25 കൊല്ലം, ഒരു 16 ഹജ്ജ് ചെയ്തിട്ടുണ്ടാവില്ലേ, ചെയ്തിട്ടുണ്ട്. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഓലാണ് നിങ്ങൾ അമീറന്മാരല്ല, ഞാനല്ല. അതൊന്നും പെട്ടു പോകണ്ട കേട്ടോ. അള്ളാഹു ഖൈറിലാക്കട്ടെ ഇൻഷാ അല്ലാഹ്. ഒരുപാട് വിനയത്തോടെ ഇൻഷാ അല്ലാഹ് ഞങ്ങൾക്കൊക്കെ അള്ളാഹു സന്തോഷം അള്ളാഹു തരട്ടെ, സമ്മാനം അള്ളാഹു തരും. വെറുതെ ഒരു കാര്യം പറയാം, വെറുതെ ഇവിടുന്ന് പൈസയും വാങ്ങിയിട്ട് മക്കളെയൊക്കെ ഒന്ന് കായും വാങ്ങി ഓരെയൊക്കെ ഒന്ന് കായും വാങ്ങി എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യാൻ പറ്റൂല. ഉംറക്കൊന്നും പറഞ്ഞ് പോയിട്ട് അത് ഇതാവൂല, ക്ലാസ്സിലിരിക്കണം. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ.